ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ്. യാത്രയുടെ ഭാഗമായിട്ട് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ വടക്കംപറവൂരിനടുത്ത് പുത്തംവേലിക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. വളരെ മനോഹരമായൊരു ഗ്രാമം. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും വളരെ വിശാലമായി കൃഷി ചെയ്തിരിക്കുന്ന പാടശേഖരങ്ങൾ. രാവിലെ ഇവിടെ വന്ന് അങ്ങോട്ടുള്ള ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രത്യേക ഫീലാണ്. നമുക്കറിയാം പാലക്കാട്, കുട്ടനാട് ഭാഗങ്ങളിലൊക്കെയാണ് ഒരുപാട് പാടശേഖരങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ യാത്രകളിലൊക്കെ നമ്മൾ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് അന്ന് ഒരുപാട് കാഴ്ചകളൊക്കെ പകർത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് നമ്മൾ പുത്തംവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഈ ഒരു മനോഹരമായ കാഴ്ച കാണുകയാണ്. ഇന്ന് ഈ പാടശേഖരത്തിൽ നിന്നായിക്കോട്ടെ നമ്മുടെ വീഡിയോയുടെ തുടക്കമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ആരംഭിച്ചത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങളുമായിട്ട് ഒരു കാര്യം കൂടി പങ്കുവെച്ചിട്ട് നമുക്ക് ഇന്നത്തെ യാത്ര ആരംഭിക്കാം. ഒരുപാട് ആൾക്കാർ എപ്പോഴും ചോദിക്കാറുണ്ട്, മെസ്സേജ് അയച്ചും അല്ലെങ്കിൽ കമൻറ്റിലൂടെയൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, നമ്മളൊക്കെ യാത്ര ചെയ്യുന്നത് പോലെ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ ഞങ്ങൾക്കും പോകാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുകയും പേഴ്സണലായിട്ട് മെസ്സേജൊക്കെ അയച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളൊരു കാര്യം വിചാരിച്ചു, ചെറിയൊരു ട്രാവൽ കമ്പനി തുടങ്ങാമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ട്രാവൽ കമ്പനി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ട്രിപ്പ് സോഷ്യ എന്നാണ്. ഈ ട്രിപ്പ് സോഷ്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും കേരളത്തിലെ കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ ഇങ്ങനെയുള്ള യാത്രകൾ സംഘടിപ്പിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോട്ടയം, ഇടുക്കി, എറണാകുളം, വയനാട്, തമിഴ്നാട്ടിലെ നീലഗിരി ജില്ല എന്നിങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് സ്ഥലങ്ങളിലൂടെ നിങ്ങൾക്കും യാത്ര ചെയ്യാനായിട്ട് ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. ഈ യാത്രയോടനുബന്ധിച്ച് അതാത് നാടുകളിലെ തനതായിട്ടുള്ള അവരുടെ സംസ്കാരം, ആചാരങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ യാത്രയിലൂടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതല്ല എങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റും, അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുമായിട്ട് സഹകരിച്ച് നിങ്ങളുടെ യാത്രകൾ ആസ്വദിക്കുക. അനിൽ സാറാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഭാഗമായി നമ്മൾ പുത്തംവേലിക്കര എന്ന മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ പുത്തംവേലിക്കരയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് പുത്തംവേലിക്കര. കാരണം എൻ്റെ അമ്മ ജനിച്ചു വളർന്ന നാടാണ് പുത്തംവേലിക്കര എന്ന് പറഞ്ഞ ഈ ഗ്രാമം. ഇന്ന് നമ്മുടെ യാത്രയുടെ ഒപ്പം സഹായിക്കാനായിട്ട് വന്നിട്ടുള്ളത് എൻ്റെ കസിൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മുരളി എന്നാണ്. എൻ്റെ വല്യമ്മയുടെ മകനാണ് മുരളിച്ചേട്ടൻ. ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ബിബിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനോഹരമായിട്ടുള്ളൊരു പാടശേഖരത്തിൻ്റെയൊക്കെ അടുത്താണ്. അപ്പോൾ എൻ്റെ പുറകുവശത്തായിട്ട് ഈ ഭാഗത്തെ ഒരു വളരെ പഴയ ഒരു അമ്പലമുണ്ട്. ഒരു ചെറിയ അമ്പലമാണ്, താഴഞ്ചിറ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഈ താഴഞ്ചിറ ക്ഷേത്രത്തിൻ്റെ വേറെ ഒരു സവിശേഷത ഞാൻ കാണുന്നത്, സാധാരണ നമ്മൾ അമ്പലങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ അമ്പലങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ വലിയ ആൽമരങ്ങളാണ് കാണുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രത്തോട് ചേർന്ന് ഒരു വലിയ പാലമരമാണുള്ളത്. അത് ശരിക്കും ഒരു അപൂർവ കാഴ്ചയാണ്, ഇങ്ങനെ ഒരു പാലമരം ക്ഷേത്രത്തോടനുബന്ധിച്ച് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് മുരളിച്ചേട്ടനാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എവിടെയൊക്കെയാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന്. അപ്പോൾ ചേട്ടാ, നമ്മൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? ഇന്നിപ്പോൾ നമ്മൾ താഴഞ്ചിറ പാടം മൊത്തം കറങ്ങിയതിന് ശേഷം മാളവനപ്പാറ, മാളവന ക്ഷേത്രം, അത് കഴിഞ്ഞിട്ട് കോട്ടക്കോവിലകം ജൂതപ്പള്ളി, അത് കഴിഞ്ഞ് നമുക്ക് ഈ കോട്ടപ്പുറം ഈ ഗുഹ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകണം ഇന്ത്യയിലെ ഏറ്റവും ഫസ്റ്റിലത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോട്ടപ്പുറം പാലങ്ങളിൽ കയറിയിട്ട് പറവൂര് കൂടി 1-2 ജൂതപ്പള്ളികളുണ്ട്, അതുകൂടി കറങ്ങി നമുക്ക് ഇന്നത്തെ യാത്ര കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഒരു ഐറ്റിനറി. അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്ന ഈ പുത്തംവേലിക്കര എന്ന് പറഞ്ഞ എറണാകുളത്തിൻ്റെ വടക്കൻ ഭാഗത്താണ്. ഇവിടെ നിന്നൊരു പുഴ കടന്നു കഴിഞ്ഞാൽ അപ്പുറം തൃശ്ശൂർ ജില്ലയുടെ കൊടുങ്ങല്ലൂരായി. പിന്നെ ഇവിടുന്ന് കരമാർഗം സഞ്ചരിക്കുകയാണെങ്കിൽ, റോഡ് മാർഗം സഞ്ചരിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് മാളയുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയുള്ളത്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് ഈ സ്ഥലങ്ങളിലെ കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി നമ്മുടെ ഇന്നത്തെ യാത്ര നമുക്ക് തുടരാം.
നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി പുഴയുടെ കുറുകെയുള്ള ഒരു പാലത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ പേര് കണക്കൻകടവ് പാലം എന്നാണ്. അപ്പോൾ ഈ കണക്കൻകടവ് പാലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതൊരു റെഗുലേറ്ററി ബ്രിഡ്ജാണ്. അതായത് കുറച്ച് അങ്ങോട്ട് പോയാൽ ചാലക്കുടി പുഴയും പെരിയാറും തമ്മിൽ സംഗമിക്കും. അപ്പോൾ കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം തിരിച്ചിങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെഗുലേറ്ററി ബ്രിഡ്ജ് എന്ന് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. പൊതുവെ നമ്മുടെ നാട്ടിൽ പാലങ്ങളുണ്ടെങ്കിലും ഷട്ടറുള്ള പാലം കുറവാണ്. ഇങ്ങനെ ഒരു റെഗുലേറ്ററി ബ്രിഡ്ജ് കുറവാണുള്ളത്. കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം ശുദ്ധജലത്തിനും ജലസേചനത്തിനുമായിട്ടുള്ള വെള്ളത്തിൽ കലരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റെഗുലേറ്ററി സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ബാല്യകാലത്ത്, അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അച്ഛനും അമ്മയൊക്കെ ജോലിയായിട്ട് തിരുവനന്തപുരത്ത് സെറ്റിൽ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അന്ന് എൻ്റെ അമ്മയുടെ നാട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഏറെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. കാരണം വെച്ചാൽ ഇത് പുഴകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമായിരുന്നു അന്ന് പുത്തൻവേലിക്കര. ഒരു സൈഡിൽ ചാലക്കുടി പുഴയും പെരിയാറും ഒക്കെ സംഗമിച്ച് ഈ പുത്തൻവേലിക്കര ഗ്രാമത്തെ ഇങ്ങനെ ചുറ്റി ഒഴുകുകയാണ്. അപ്പോൾ അന്ന് പഴയ കാലത്ത് പാലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് വളരെ ശ്രമകരമായിരുന്നു. ഒരുപാട് തോണിയും കടത്തും ഒക്കെ കടന്നിട്ടാണ് ഞങ്ങൾ പുത്തൻവേലിക്കര ഗ്രാമത്തിൽ എത്തിച്ചേർന്നിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ധാരാളം പാലങ്ങൾ വന്നു. അപ്പോൾ നമുക്ക് തന്നെ അറിയാവുന്ന എറണാകുളത്തും മറ്റുമൊക്കെ ഒരുപാട് പാലങ്ങൾ വന്ന് നമ്മുടെ യാത്രയൊക്കെ സുഗമമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ പാലങ്ങളാണ് പുത്തൻവേലിക്കര ഭാഗത്ത് വന്നതെന്ന് നമുക്ക് ചേട്ടനോട് തന്നെ ഒന്ന് ചോദിക്കാം. ചേട്ടാ, ഈ പഴയ കാലത്ത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെയൊക്കെ ചെറിയ കാലത്ത് ഞാൻ എൻ്റെ വെക്കേഷന് പുത്തൻവേലിക്കര വരും. നമ്മൾ ഒരുപാട് വിനോദങ്ങളിലും ഒക്കെ ഏർപ്പെട്ടിരുന്ന ആ പഴയ കാലം, ആ കാലത്തിന് ശേഷം ഈ പുതിയൊരു കാലം എത്തിയപ്പോൾ ഏതൊക്കെ പാലങ്ങളാണ് പുത്തൻവേലിക്കര ഭാഗങ്ങളിൽ വന്നത്? അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങാടവും കടുത്ത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷമാണ് കണക്കടവ് പാലം വന്ന്. കണക്കടവ് പാലം വന്നതിന് ശേഷം കൃഷ്ണൻകോട്ട പാലം വന്ന്. കൃഷ്ണൻകോട്ട പാലം വന്ന് തിരുത്തിപ്പുറം പാലം വന്ന്. തിരുത്തിപ്പുറം പാലം പിന്നെ പുത്തൻവേലിക്കര പാലം വന്ന്. ഈ പാലങ്ങളെല്ലാം വന്നതോടുകൂടി പുത്തൻവേലിക്കര ഒരു യാത്രക്കുള്ളൊരു നല്ലൊരു സൗകര്യമുള്ള സ്ഥലമായി എത്തിയിരുന്നു. ഇപ്പോൾ പറവൂർ പോകണമെങ്കിൽ നമുക്ക് 5 കിലോമീറ്ററാണ്, 10 മിനിറ്റ് മതി. ഈ കൊടുങ്ങല്ലൂർ പോകണമെങ്കിൽ 15 മിനിറ്റ്, 10 കിലോമീറ്റർ 15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എത്തും. അതേപോലെ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ 26 കിലോമീറ്റർ ഉണ്ടെങ്കിൽ 3/4 മണിക്കൂർ വേണ്ട, അരമണിക്കൂർ കൊണ്ട് നമുക്ക് 26 കിലോമീറ്റർ എയർപോർട്ടിലേക്ക് എത്താം. ഇതൊക്കെയാണ് ഒരു പാലം വന്നതിന് ശേഷം ഈ ഗ്രാമത്തിന് സംഭവിച്ച മാറ്റങ്ങൾ. ശരിക്കും കൊച്ചി നഗരത്തോടും മറ്റ് പ്രാന്തപ്രദേശങ്ങളോടും ഒക്കെ ഒറ്റപ്പെട്ട് കിടന്ന ഈ മനോഹരമായ ചെറുഗ്രാമമായ പുത്തൻവേലിക്കര ഏറെ പുരോഗമിക്കുകയും ഇവിടെ നിന്ന് കൊച്ചി ഉൾപ്പെടെയുള്ള മറ്റ് ഭാഗങ്ങളിലേക്ക് വളരെ വേഗം എത്തിച്ചേരാൻ സാധിക്കുന്ന രീതിയിലായി തീർന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പാലത്തിന്റെ മേളിൽ നിന്നപ്പോൾ ഇവിടെ ഒരു ബണ്ട് കണ്ടില്ലേ? അപ്പൊ ആ ബണ്ടിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അത് ആ റെഗുലേറ്ററിൽ നിന്ന് വെള്ളം തടഞ്ഞു നിർത്തി കുറച്ച് വെള്ളം എന്തായാലും അതിന്റെ ഇടയിൽ കൂടെയൊക്കെ ഒഴുകി വരും. അപ്പോൾ അത് ഈ നമ്മുടെ വലതുഭാഗത്ത് കാണുന്ന ഉപ്പുവെള്ളമാണ്, അങ്ങേപ്പുറം ചാലക്കുടി പുഴയാണ്. അപ്പോൾ ആ CP എന്ന വെള്ളവും ഈ പിന്നെ ഉപ്പുവെള്ളം തമ്മിൽ കലരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മണ്ണ് വെച്ച് ബണ്ട് തീർത്തിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ നല്ല ആഴമുള്ള ഒരു പ്രദേശമല്ലേ? നല്ല ആഴമുള്ള പ്രദേശമാണ്. അപ്പോൾ ഇത് പുഴയിൽ നിന്ന് തന്നെ ഡ്രഡ്ജ് ചെയ്തിട്ടാണ് ഈ മണല് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. ഡ്രഡ്ജർ കൊണ്ടുവന്നിട്ട് ഒരു ഡ്രഡ്ജ് ചെയ്യും. അപ്പോൾ ഇത് വേനൽക്കാലത്ത് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ വേനൽക്കാലത്ത് അങ്ങനെ ചെയ്തില്ല എങ്കിൽ ശുദ്ധജലത്തിലോട്ട് ഈ ഉപ്പുവെള്ളം വന്ന് കലരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. റെഗുലേറ്റർ ഇട്ടാലും അതിൽ നിന്ന് CP ചെയ്യും വെള്ളം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഇത് പൊളിക്കുന്നെന്ന് പറഞ്ഞാൽ നടുക്ക് അവരൊരു ചാല് കീറിയാൽ പിന്നെ വെള്ളം ഒഴുകി ഈ മണ്ണെല്ലാം പുഴയിലോട്ട് അങ്ങ് തീരും. എല്ലാം പോവും. അവിടുന്ന് അത് പൊക്കി കഴിഞ്ഞാൽ, ഷട്ടർ പൊക്കി കഴിഞ്ഞാൽ നല്ല പ്രഷറിൽ വെള്ളം വന്ന് എല്ലാം ഈ പുഴയിൽ തന്നെ. പിന്നീട് ട്രജറി കൊണ്ടുവന്ന് ആലപ്പുഴയിൽ നിന്നും കൊണ്ടുവന്നത്. ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വന്ന് ചിലപ്പോൾ 2 മാസം 3 മാസം കൂടെ ഉണ്ടാവും സ്ഥിരം. അവിടെ സ്റ്റേ ചെയ്തിട്ട് ഇവിടുന്ന് അടിച്ച് ഫില്ല് ചെയ്തതിന് ശേഷം അവർ പോവുള്ളൂ. ഇപ്പൊ പോയിട്ട് 1 മാസം ആയിട്ടുള്ളൂ എന്ന് പറയണേ. അത് ശരി. പിന്നെ ചേട്ടാ, ഈ നമ്മുടെ ആ ഒരു വെള്ളപ്പൊക്കം ഭയങ്കരമായിട്ട് ബാധിച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ഈ പ്രദേശമൊക്കെ എങ്ങനെയാണ്? മൊത്തം മുങ്ങിയോ? ഇതെന്ന് പറഞ്ഞാല് ഈ പ്രദേശം കാണാൻ പറ്റില്ലായിരുന്നു. കാരണം വെച്ചാല് ഏറ്റവും ഉയരം കൂടി തെങ്ങിന്റെ മുകളിൽ മാത്രം കാണാൻ പറ്റുള്ളായിരുന്നു. അത്രത്തോളം വെള്ളം പൊന്തി എന്ന് പറഞ്ഞാല് ഇവിടുന്ന് എല്ലാ ജനങ്ങളും പോയി. വീടിന്റെ മുകളിൽ പോലും കാണാൻ പറ്റാത്ത ഒരു കണ്ടീഷനായി. ഇവിടെ എല്ലാം വെള്ളത്തിന്റെ അടിയിലായി. ഇത് ഒരു 10-60 വീടുകളുണ്ടാവും ഈ തിരുത്തില്. ആ വീട് എല്ലാവരെയും ഇവിടുന്ന് ഇളന്തിക്കര എന്ന് പറഞ്ഞ സ്കൂളിലേക്ക് മാറ്റി. ഇളന്തിക്കര സ്കൂളിലേക്ക്, ഹൈസ്കൂളിലാണ്, അവിടത്തേക്ക് മാറ്റി താമസിപ്പിച്ച്. അപ്പൊ പുത്തൻവേലിക്കര അന്നത്തെ ആ പ്രളയത്തിൽ മൊത്തം മുങ്ങി. മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 90% വെള്ളത്തിനടിയിലായി. പിന്നെ കുന്നും പ്രദേശങ്ങൾ മാത്രമാണ് വെള്ളം കയറാതിരുന്നുള്ളത്. ബാക്കി എല്ലാ സ്ഥലങ്ങളും
വെള്ളത്തിനടി. ഇവിടെയൊക്കെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും മൃഗങ്ങളെയൊക്കെ വഞ്ചിക്കാണ് കയറ്റി കൊണ്ടുവരുന്നത്. നാശനഷ്ടങ്ങൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ടാണ്, അതിലൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ആൾക്കാര് ഇവിടെയൊക്കെ വെള്ളം കയറിയെങ്കിൽ ഇത്ര പൊന്തിയില്ലല്ലോ. മറ്റേതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. അങ്ങനെയല്ല, അങ്ങനെ കയറില്ല. ഏറ്റവും വരുമ്പോൾ മാത്രം ഒരു നനവുണ്ടെന്നല്ലാണ്ട് കൂടുതലൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഈ ഡാം തുറന്നിട്ടാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതല്ലാണ്ട് വലിയ പ്രശ്നമൊന്നും എല്ലാ വർഷത്തിലും ഒന്ന് കയറി പോകുന്നല്ലാണ്ട് ഇത്ര പെരുത്ത് വരാറില്ല. അപ്പൊ നമ്മുടെ ഈ ചാലക്കുടി പുഴയും പെരിയാറും തമ്മിൽ എവിടെ വെച്ചിട്ടാണ് യോജിക്കുന്നത്? ഇപ്പുറത്ത്, അത് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോ ഇവിടുന്ന് പോകുമ്പോൾ ഇതൊരു ഐലൻഡാണ്. കോഴിത്തിരുത്ത് എന്ന് പറഞ്ഞ ഒരു ഐലൻഡാണ്. 4 വശം വെള്ളമാണ്. നമ്മൾ വന്ന പാലം ഉണ്ടല്ലോ, അതാണ് ഇതിന് ജോയിൻ ചെയ്യുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം അതിലാണ്. 4 വശം വെള്ളം വരുന്നത് മാഞ്ഞാലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, മാഞ്ഞാലിന്റെ തൊട്ടപ്പുറത്താണ് മാഞ്ഞാലിപ്പാലം. ആ 3 സ്ഥലങ്ങൾ വന്ന് ചേരുന്ന സ്ഥലമാണ് ഇപ്പൊ ഈ കോഴിത്തിരുത്തിന്റെ അറ്റം. അവിടെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. പിന്നെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കിനി കാണാം. നമ്മളങ്ങനെ ആ ബണ്ട് നിന്ന ഭാഗത്ത് നിന്ന് കുറച്ചുകൂടെയൊക്കെ യാത്ര ചെയ്ത് ഈ തുരുത്തിൻ്റെ, അതായത് ഈ കോഴിത്തുരുത്തിൻ്റെ ഒരു ഉൾപ്രദേശത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ കോഴിത്തുരുത്തിൻ്റെ ഒരു മുനമ്പിലാണ്, അതായത് പടിഞ്ഞാറേ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് എൻ്റെ പുറയിൽ നിങ്ങൾക്ക് നോക്കിയാൽ വിശാലമായ പുഴ കാണാൻ സാധിക്കും. ഇവിടെയാണ് പെരിയാറും ചാലക്കുടി പുഴയും സംഗമിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണിത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ശാന്തമായി ഒഴുകുന്ന പുഴ കാണാം. അതോടൊപ്പം തന്നെ ഒരുപാട് തെങ്ങുകൾ ഇങ്ങനെ പുഴയിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നത് കാണാം. എവിടെ നോക്കിയാലും പച്ചപ്പാണ് ഉള്ളത്. പിന്നെ വളരെ ശാന്തവും വിജനവുമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. അതോടൊപ്പം തന്നെ തുരുത്തുകളുടെ തീരങ്ങളിലേക്ക് ധാരാളം കൊച്ചു കൊച്ചു വീടുകൾ കാണാം, കുറേ വള്ളങ്ങൾ കാണാം. ഇവിടെയൊക്കെ മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ വീടുകളൊക്കെയാണത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ചൊന്ന് മനസ്സിലാക്കാം. മുരളിച്ചേട്ടാ, നമ്മൾ ഇതിപ്പോൾ നമ്മുടെ ഒരു സംഗമമല്ലേ, ചാലക്കുടിയും പെരിയാറും തമ്മിൽ യോജിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇതിൽ നല്ലൊരു 2-3 ദ്വീപുകളിൽ വന്ന് കൂടുന്ന സ്ഥലങ്ങളും കൂടിയാണ്. പിന്നെ നമ്മൾ നേരെ ഒരു ഭാഗം കാണുന്നുണ്ടല്ലോ, അത് ഏതാണ്? അത് കോട്ടക്കോവിലകം ഫെറിക്കടവാണ് ആ കാണുന്നത്. അവിടെയാണ് ലാസ്റ്റ് വന്ന് ഈ എറണാകുളത്തുനിന്നും ആലുവയിൽ നിന്ന് വന്ന ബസ്സുകളൊക്കെ വന്ന് കൂടുന്ന സ്ഥലമാണ്. ഇതൊരു ഐലൻഡാണ്. ഐലൻഡിൻ്റെ അപ്പുറത്താണ് മാഞ്ഞാലി എന്ന് പറഞ്ഞ സ്ഥലം. മാഞ്ഞാലി പാലം നമുക്ക് കാണാൻ പറ്റും, അവിടെ നിന്ന് നോക്കി കാണാൻ പറ്റും. ഇതിൻ്റെ ഇവിടെ മാളവനപ്പാറ, അത് നമുക്കിപ്പോൾ പോകുമ്പോൾ കാണാം. ശിവക്ഷേത്രമുണ്ട് പൊക്കത്ത്. അത് ഐതിഹ്യമുള്ള ശിവക്ഷേത്രമാണ്. ആലുവ മണപ്പുറം കഴിഞ്ഞാൽ അടുത്ത ശിവക്ഷേത്രം ഈ ബലിയിടുന്ന സ്ഥലങ്ങളാണ്. ഇന്ന് നല്ല തിരക്കുള്ള ദിവസങ്ങളായിരുന്നു. അതിൻ്റെ പേരിൽ നമുക്കിപ്പോൾ അവിടെ പോകുമ്പോൾ കാണാം, അവിടെ ഉത്സവമായിരുന്നു. ശിവരാത്രി ബലിയിടുന്നത്. ഇവിടെ ഈ ഏരിയയിലുള്ളവരെല്ലാം ബലിയിടുന്ന സ്ഥലമാണ്. ആലുവയിൽ പോകാൻ പറ്റാത്തവർ ബലിയിടുന്ന സ്ഥലമാണ്. അത് നമുക്ക് അവിടെ ചെന്നതിന് ശേഷം നമുക്ക് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ നിൽക്കുന്ന ഈ കോഴിത്തുരുത്തിലെ വിശേഷങ്ങളൊക്കെ. ഇനി നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങളോട് പറയാം. നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പാലം കോഴിത്തുരുത്തിനെ മറ്റ് ഭാഗങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാലമാണ്. ഈ കോഴിത്തുരുത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് മറ്റ് മാർഗങ്ങളൊന്നും തന്നെ ഇല്ല ഈ പാലം ഒഴിച്ച്. ഇപ്പം നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഈ കനാലിലൂടെ വളരെ ശക്തമായിട്ട് ജലം ഒഴുകുകയാണ്. അത് ചാലക്കുടി പുഴയിൽ നിന്നുള്ള ജലമാണ് ഇങ്ങോട്ടൊക്കെ ഒഴുകി പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പാലത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ധാരാളം വീടുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഇവിടത്തുകാരുടെ ഒരു പ്രധാന ആരാധനാ കേന്ദ്രമാണ് ഈ ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് പാരായണമൊക്കെ നടത്തി നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ. നമ്മളങ്ങനെ കോഴിത്തുരുത്തിൽ നിന്ന് കുറച്ച് ദൂരമൊക്കെ സഞ്ചരിച്ചിട്ട് മറ്റൊരു പ്രധാന സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് മാളവന എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. എൻ്റെ പുറകിൽ കാണുന്നത് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ്. ഇതിൻ്റെ പേര് മാളവന ശിവക്ഷേത്രം എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന വിശേഷം എന്ന് വെച്ചാൽ ശിവരാത്രി നാളുകളിൽ ആലുവ മണപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും അധികം ആൾക്കാർ ബലിതർപ്പണത്തിനായിട്ട് എത്തിച്ചേരുന്ന ഒരിടം കൂടിയാണ് ഈ മാളവനയിലെ ശിവക്ഷേത്രം. അതോടൊപ്പം തന്നെ എൻ്റെ മുന്നിൽ കാണുന്ന ഈ പെരിയാറിൻ്റെ നടുക്കായിട്ടൊരു പാറയുണ്ട്. ഈ പാറ മാളവന പാറ എന്നാണ് അറിയപ്പെടുന്നത്.
ഈ മാളവനപ്പാറയും ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ്. ഈ മാളവനപ്പാറ കാണാൻ ഒരുപാട് സഞ്ചാരികളൊക്കെ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ഈ പാറയിലേക്ക് നമുക്ക് വള്ളത്തിലും തോണിയിലുമൊക്കെ കയറി പാറയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പക്ഷേ ഏറ്റവും അനുയോജ്യം വൈകുന്നേരങ്ങളിലും രാവിലെകളിലുമാണ്. കാരണം വെച്ചാൽ ഉച്ചയ്ക്ക് നല്ല ചൂടാണ്, അപ്പോൾ അതിൻ്റെ പുറത്ത് നമുക്ക് പോകാൻ സാധിക്കില്ല. വൈകുന്നേരങ്ങളിൽ നമുക്ക് വിശ്രമത്തിനും കുറച്ച് നയനാനന്ദകരമായ കാഴ്ചകൾക്കുമായിട്ട് ഈ പാറയിൽ പോയി ഇരുന്നാൽ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവം തന്നെയായിരിക്കും അത്. ഇതുകൂടാതെ നമ്മൾ ഈ മാളവനയിലേക്ക് എത്തിച്ചേരുന്ന വഴി ഒരു വലിയൊരു ദേവാലയം കാണാൻ സാധിച്ചു. അത് സെൻറ്റ് ജോർജ് ചർച്ചാണ്. ഈ സെൻറ്റ് ജോർജ് ചർച്ചും ഈ പ്രദേശത്തെ ഏറ്റവും വലിയൊരു ആകർഷണം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ട് ഈ മാളവന എന്ന സ്ഥലത്തിലെ വിശേഷങ്ങൾ. നമ്മളങ്ങനെ മാളവന ആ ഒരു സ്ഥലത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കണ്ടതിന് ശേഷം കുറേ ദൂരം മുന്നോട്ട് വന്ന് പഴമ്പള്ളിത്തുരുത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നായിരുന്നു. അവിടെ എത്തിയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. സാധാരണ ഉച്ചയ്ക്ക് അങ്ങനെ ഫുഡ് കഴിക്കുന്നതല്ല. പിന്നെ നമ്മുടെ കൂടെ വന്ന ചേട്ടൻ പറഞ്ഞ് എന്തായാലും നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാം, നല്ല ഫുഡ് കിട്ടുന്ന കടയാണെന്ന് പറഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ഊട്ടുപുര റെസ്റ്റോറൻറ്റ്. അവിടെ പോയിട്ട് നല്ല രുചികരമായ ഫുഡൊക്കെ കഴിച്ചു. ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴത്തേനും ആ സ്ഥലത്തിൻ്റെതായ രീതിയിലുള്ള ഫുഡുകളൊക്കെ കഴിക്കണം. ഞങ്ങൾ 3 പേരും ഊണാണ് വാങ്ങിച്ചത്. ഊണിൻ്റെ കൂടെ നമുക്ക് മീൻ പൊരിച്ചത് കിട്ടി, അതായത് പുഴമീൻ പൊരിച്ചത് കിട്ടി. അതോടൊപ്പം തന്നെ ഞങ്ങളൊരു ബീഫ് പറഞ്ഞു. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ താറാവ് റോസ്റ്റും പറഞ്ഞു. അങ്ങനെ 3-4 ഐറ്റംസൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഫുഡ് കഴിച്ചത്. കാരണം ഒരു നാട്ടിൽ വരുമ്പം അവിടുത്തെ തനതായ ഫുഡുകളൊക്കെ കഴിക്കണം എന്നുള്ളതാണല്ലോ. ഈ താറാവ് കൃഷിയൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. താറാവിനെയൊക്കെ വളർത്തുന്ന ഒരുപാട് സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് തുരുത്തുകളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ താറാവിനെ വളർത്താറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ താറാവ് റോസ്റ്റ് സ്പെഷ്യലാണ്. അങ്ങനെ എന്തായാലും ആ ഒരു സ്ഥലത്ത് വന്ന് നമ്മൾ താറാവ് റോസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് പിന്നെയും യാത്ര തിരിച്ച് കോട്ടയിൽ കോവിലകം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു സിനഗോഗുണ്ട്. ആ ഒരു സിനഗോഗ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇനി സിനഗോഗും അതിനോട് ചേർന്ന ക്ഷേത്രവും ഒരു മോസ്ക്, ഒരു മുസ്ലിം പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇനി കാണാം. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കോട്ടയിൽ കോവിലകത്താണ്. ഇവിടെ എത്താനുള്ളൊരു പ്രധാന കാരണം ഇവിടെ ഒരു ജൂതപ്പള്ളി ഉണ്ട് എന്നതാണ്. അപ്പോൾ ഇത് വളരെ പുരാതനമായിട്ടുള്ളൊരു ജൂതപ്പള്ളിയാണ്. ഇപ്പോൾ ഇവിടെ ചേന്നമംഗലത്ത് ജൂതന്മാരൊന്നും തന്നെ ഇല്ല. എന്നാലും നമ്മളുടെ സംസ്ഥാന സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പ് ഈ പള്ളി ഏറ്റെടുത്ത് സംരക്ഷിച്ചു പോരുകയാണ്. അപ്പോൾ ഈ ജൂതപ്പള്ളിയുടെ വിശേഷങ്ങളും ഇതിൻ്റെ പൗരാണികമായിട്ടുള്ള പ്രാധാന്യവുമൊക്കെ പറഞ്ഞു തരാൻ നമുക്ക് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു ഗൈഡ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മളോട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് ഏറ്റിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടിട്ട് ഈ പള്ളിയുടെ വിശേഷങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് ശ്രവിക്കാം. നമസ്കാരം. നമസ്കാരം. എന്താ പേരെന്താ? എൻ്റെ പേര് PH മുഹമ്മദ്. ഞാൻ പുരാവസ്തു വകുപ്പിലെ മ്യൂസിയം ഗൈഡാണ്. അപ്പോൾ ഇവിടെ 1420 ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത്. ഈ പള്ളി പിന്നെ 1614 ഇത് പുനർനിർമ്മിച്ചു, റീബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഒരു തീപിടുത്തം ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. ചെറിയ രീതിയിൽ ഇതിന് കേടുപാട് സംഭവിച്ചതോടുകൂടി 1614 ഇത് വീണ്ടും റീബിൽഡ് ചെയ്തു. ശേഷം 1938 അന്ന് കേരളം രൂപപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ അന്നത്തെ കൊച്ചി ഗവൺമെൻറ് കീഴിലുള്ള ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇത് റിനോവേഷൻ നടത്തിയിട്ടുണ്ട്. കംപ്ലീറ്റ് റെസ്റ്റോറേഷൻ നടത്തിയിട്ട് ഇവിടെ ജൂ സൊസൈറ്റിക്ക് തന്നെ കൊടുത്തു. ഇത് ഈ പള്ളിയുടെ ഇരുവശങ്ങളിൽ കാണുന്ന വീടുകളും ഒക്കെ അവരുടെ വീടുകളും അവരുടെ മാർക്കറ്റുകളൊക്കെ തന്നെയാണ്. ജൂതന്മാരുടെ ചെറിയൊരു ടൗൺ പോലെ ആയിരുന്നു. ചെറിയ ടൗൺ പോലെ ആയിരുന്നു ഇത്. കച്ചവട കേന്ദ്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിലാണ് പ്രധാനമായിട്ട് ഇവരുടെ മാർക്കറ്റ് പ്രവർത്തിക്കുക. നമുക്കൊരു പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ള അവരുടെ വീടാണെങ്കിലും പള്ളിയാണെങ്കിലും സിനഗോഗിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ള നമുക്ക് കാണുന്ന ആദ്യത്തെ ഒരു ഒബ്ജക്റ്റാണ് മെസൂസ എന്ന് പറയുന്നത്. മെസൂസ ഇതിൻ്റെ അകത്ത് തോറ വചനങ്ങളിൽ നിന്നും 2 വചനങ്ങൾ, അതായത് ദൈവവുമായി റിലേറ്റഡ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും 2 വചനങ്ങൾ സ്ക്രോൾ ചെയ്ത് ഇതിൻ്റെ ഒരു കോപ്പർ പ്ലേറ്റിൽ എഴുതുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെറ്റീരിയൽ എഴുതി സ്ക്രോൾ ചെയ്ത് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കും. അപ്പോൾ ഇത് തൊട്ട് മുത്തിയതിന് ശേഷം ആണ് ഇവരകത്തേക്ക് പ്രവേശിക്കുക. പുറത്തേക്ക് ഇറങ്ങുമ്പോഴും തൊട്ട് മുത്തും. അപ്പോൾ ഇത് നെഗറ്റീവ് എനർജി ഒഴിവാക്കുക, പീസ്, ഇനി പോകുന്ന എങ്ങോട്ടാണെങ്കിലും സമാധാനത്തിൻ്റെ ഇതിലേക്ക് പോവുക, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ ഒബ്ജക്റ്റ് അവരുടെ വീടുകളിലും അവരുടെ മുറികളിലെ എൻട്രൻസിലൊക്കെ ഉണ്ടാവും. ഇതേ പ്രക്രിയ തന്നെ അവർക്ക് അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ മെസൂസ തൊട്ടുമുത്തി കഴിഞ്ഞിട്ട് നമ്മൾ പ്രവേശിക്കുന്ന അടുത്ത ഒരു ഫസ്റ്റ് എൻട്രൻസ് ഹാളാണിത്. ഇതിന് അസാറ എന്നാണ് പറയുക. അസാറ. എല്ലാ ജൂത സിനഗോഗുകളും യഥാർത്ഥത്തിൽ ഒരു സോളമൻ ടെമ്പിളിൻ്റെ ഒരു മാതൃകയിലാണ് നിർമ്മിക്കപ്പെടുക. അപ്പോൾ ഈ അസാറ എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്.
ഇതിൽ അസാറയിൽ പ്രദർശിപ്പിച്ച് എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ് ഹെഗദ എന്ന് പറയുന്ന ഒരു പ്രെയർ ബുക്ക്. അത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പെസഹ ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു ബുക്കാണ്. ഹീബ്രുവിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഹീബ്രു ഭാഷ എഴുതുന്നത് അറബി ഭാഷ പോലെ തന്നെ വലത്ത് നിന്ന് ഇടത്തോട്ടാണ്. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട സംഗതി. ഈ ഹെഗദ എന്ന് പറഞ്ഞ ഈ പ്രെയർ ബുക്ക് വായിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ പെസഹയുടെ ആഘോഷം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. അവരുടെ പ്രധാനപ്പെട്ട ദിനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്കിലി ഹോളിഡേ ഒരു ജൂവിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ ആണ്. സാറ്റർഡേക്ക് പറയുന്ന പേര് അവർ ശബാത്ത് ഡേ എന്നാണ് പറയുക. ശബാത്ത് ഡേ എന്ന് അവർ യൂറോപ്യന്മാർ, ശാബത്ത് ഡേ എന്ന് ഇന്ത്യൻ ജൂതന്മാരും പറയുന്നു. അപ്പോൾ ഈ ശബാത്ത് ഡേയിൽ ഇവർ തുടങ്ങിയിട്ട് ഇപ്പോൾ അടുത്ത ശബാത്ത് ഡേ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് ഇപ്പോൾ അവരുടെ പെസഹ. ഒരു വർഷത്തിലൊരിക്കലാണ്. അന്ന് വായിക്കുന്ന ഒരു ബുക്കാണിത് ഹെഗദ. അത് ഈ മറ്റേ ഫറോവയുടെ ക്രൂരതയിൽ നിന്നും ഇസ്രായേൽ സന്തതികളെ ചെങ്കടൽ പിളർത്തി മോസസ് പ്രവാചകൻ മോചിപ്പിച്ച് കൊണ്ടുപോയതിൻ്റെ ഓർമ്മ പെരുന്നാളാണ് ഈ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ. പിന്നെ ഇത് പൊതുവെ ഇത് സിനഗോഗ് അതുപോലെ എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ക്രിസ്ത്യൻ ചർച്ച്, മുസ്ലിം മോസ്ക്, മസ്ജിദ് അല്ലെങ്കിൽ ജൂത സിനഗോഗ് എന്നൊക്കെ പറയുമെങ്കിലും കോമൺലി ഈ മൂന്ന് സമുദായങ്ങളെയും ഒരു അബ്രഹാമിക് കസ്റ്റം ആൻഡ് ട്രഡീഷൻ പിന്തുടരുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയ്ക്ക് നമ്മുടെ കേരളീയരായ ആളുകൾ പൊതുവെ വിളിച്ചിരുന്നത് മാപ്പിളമാർ എന്നാണ്. അവരുടെ വർഷിപ്പ് പ്ലേസിനെ, അവരുടെ ആരാധനാലയങ്ങൾക്ക് പ്രത്യേകം പേരുകൾ ഉണ്ടെങ്കിൽ പോലും അവരെ വിളിച്ചിരുന്നത് മാപ്പിള. അവരുടെ പള്ളി മാപ്പിള, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, ജൂതപ്പള്ളി, അതുപോലെ ജൂത മാപ്പിള, നസറാണി മാപ്പിള, അതുപോലെ മുസ്ലിം മാപ്പിള, ഈ അർത്ഥത്തിലാണ് ഇവിടെ മൊത്തത്തിൽ അങ്ങനെ അറിയപ്പെട്ടിരുന്നത്. പിന്നെ ഇവർ ഉപയോഗിക്കുന്ന തൊപ്പിയാണിത്. ഇത് പ്രാർത്ഥന സമയത്ത് എല്ലാ ജൂതന്മാരും പുരുഷന്മാരാണ് ഇത് വയ്ക്കുക. സ്ത്രീകൾ സ്കാർഫ് ഉപയോഗിച്ച് അവരൊരു ഹിജാബ് പോലത്തെ സ്കാർഫ് ഉപയോഗിച്ച് തല മറച്ചിരിക്കും പള്ളിയിൽ കയറുമ്പോൾ. സ്ത്രീകൾക്ക് പ്രത്യേകം പോഷണം, അത് നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരാം. പുരുഷന്മാർ ഇരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് സ്ത്രീകൾ വരില്ല, സ്ത്രീകളിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പുരുഷന്മാരും വരില്ല, പരസ്പരം കാണാൻ പാടില്ല പ്രാർത്ഥന സമയത്ത്. മിസ്രാഹി ജൂതന്മാരുടെ ഒരു പ്രത്യേകതയാണ്. 2-3 തരത്തിലുള്ള ജൂത വിഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് അഷ്കനാസികൾ, 2 മിസ്രാഹികൾ, 3 ബേത്ത ഇസ്രായേൽ. അഷ്കനാസികൾ പക്ക യൂറോപ്യൻസാണ്, നീലക്കണ്ണുകളും ചമ്പൻ തലമുടിയുള്ള യൂറോപ്യൻ വംശജരായിട്ടുള്ളവരാണ്. അവർ മിക്സഡുമാണ് അഷ്കനാസികൾ. മിസ്രാഹികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു അറബ് ഇന്ത്യൻ വംശജരായ പോലെ തന്നെയാണ്. അവർ ശരിക്കും മലബാറി ജ്യൂസ് കൂടി ഇവരെ അറിയപ്പെടുന്നു, ഈ ചേന്ദമംഗലം ജൂതന്മാർ. എന്തുകൊണ്ടെന്നാൽ ഇവർ മലബാറിൽ നിന്നാണ് വന്നത്. മലബാറിലേക്ക് ഇവർ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പാലസ്റ്റീൻ, അതുപോലെ സിറിയ, അതുപോലെ ലെബനോൺ, യമൻ, ഇറാൻ, ഇറാഖ് പോലത്തുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും വെസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ നിന്നൊക്കെയാണ് ഇവർ മലബാറിലേക്ക് കുടിയേറി പാർത്തത്. അവിടുന്ന് പിന്നെ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി പോർച്ചുഗീസുകാർ വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ അവിടെ വരികയും ജൂതന്മാരെ പൂർണ്ണമായിട്ടും ജിനോസൈഡ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടപ്പോൾ അതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയാണ്, പോർച്ചുഗീസ് ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് അവർ ഈ മുസിരിസ് പട്ടണത്തിലേക്ക് വന്നത്. അപ്പോൾ മുസിരിസ് ഈ കൊടുങ്ങല്ലൂർ ഭാഗത്ത് അവർ പിന്നീട് ഒരു തകർച്ചയുണ്ടായി ഫ്ലഡിനെ തുടർന്ന്. അപ്പോൾ അവർ കുറച്ച് പേര് കൊച്ചിയിലേക്ക് പോയി, പിന്നെ ഇവിടെ സ്ഥാപിച്ചു. പറവൂരുണ്ട്, മാളുണ്ട്, സിനഗോഗുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ ഇങ്ങോട്ട് വരവിൻ്റെ ഒരു ചരിത്രം. നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചേന്ദമംഗലം ഭാഗത്ത് ഇപ്പോൾ ഏതെങ്കിലും ജൂതന്മാരുണ്ടോ? ഇപ്പോൾ നിലവിൽ ഇവിടെ ജൂതന്മാരാരും താമസിക്കുന്നില്ല. ഏകദേശം 1965, 70, 75 കാലഘട്ടത്തോടുകൂടി അവരിവിടുന്ന് ഇസ്രായേലിലേക്ക് പോയി. പിന്നെ ഉള്ളത് ഇവരുടെ വീടുകളാണ്. അപ്പോൾ ഇവരുടെ ചിലരുടെ വീടുകളൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, അവർ ഹീബ്രു ഭാഷയിൽ എഴുതി വച്ചിട്ടുണ്ട്. അത് ഇവിടെ ഈ വീട്ടിൽ താമസിച്ചിരുന്ന ആളുകളുടെ പേരൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അടുത്ത ഒരു ഏലിയാഹു ഫാമിലിയുടെ ഓണർഷിപ്പിലുള്ള വീട് ഇപ്പോഴും അവരുടെ ഉടമസ്ഥാവകാശം തന്നെയാണ്. അവർ വർഷത്തിൽ ഒരിക്കൽ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ 3 വർഷമായിട്ട് അവർ വരുന്നില്ല. ഏകദേശം 2.5 വർഷമായി. അദ്ദേഹത്തിന് ഇപ്പോൾ 98 വയസ്സായി. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേരാത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് കൃത്യമായി ക്ലീൻ ചെയ്യാനും അത് നോക്കി നടത്താനൊക്കെ ആളെ ഇവിടെ പ്രാദേശികമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഏലിയാഹു എന്ന് പറയുന്ന അദ്ദേഹം ഇവിടുന്ന് ഇസ്രായേലിലേക്ക് പോയ മലബാറി ജൂതനാണ്. അദ്ദേഹം നന്നായിട്ട് മലയാളം സംസാരിക്കും. നമ്മളെപ്പോലെ തന്നെ നമ്മളെക്കാൾ നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ മലയാളം അറിയില്ല. മലയാളം പഠിപ്പിക്കാത്തതിൽ അദ്ദേഹം വളരെ ദുഃഖിതനാണ് എന്നാണ് ഇപ്പോൾ വരുമ്പോൾ പറഞ്ഞത്. ശരി.
നമ്മളങ്ങനെ മുൻവശത്ത് നിന്ന് ഈ സിനഗോഗിൻ്റെ ഒരു മെയിൻ പ്രെയർ ഹാളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ശ്രീ മുഹമ്മദിനോട് തന്നെ ചോദിക്കാം. ഇത് സിനഗോഗിൻ്റെ ഒരു മെയിൻ പ്രെയർ ഹാളാണ്. ഈ പ്രെയർ ഹാളിൻ്റെ സെൻറ്റർ പോർഷനിൽ കാണുന്ന ഈ നിർമ്മിതിക്ക് പറയുന്ന പേരാണ് ബേമ. ബേമ 2 ബേമയുണ്ട്. ഒന്ന് ബേമ 1, 2 ബേമ 2. ഒരെണ്ണം അപ്സ്റ്റെയറാണ് ബേമ 2, ഇത് ബേമ 1. ഇതിൻ്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ പ്രീസ്റ്റ് പറയുന്ന പേര് റബ്ബി എന്നാണ്. ജൂത റബ്ബി. അദ്ദേഹം ഇതിൻ്റെ അകത്ത് കയറി നിന്നിട്ട് തോറ ബൈബിൾ പാരായണം ചെയ്യും. അത് ഈ സബാത്ത് ഡേയിലേക്കാണ് ഈ ചടങ്ങ് ഉണ്ടാവുക. സാറ്റർഡേയിൽ 2 പ്രാവശ്യം ഈ സബാത്ത് ഡേയിൽ പ്രയർ ടൈമുണ്ട്. ഒന്ന് ഫ്രൈഡേ സൺഡൗൺ, അസ്തമയത്തിന് ശേഷം സന്ധ്യാസമയത്ത്, പിന്നെ സാറ്റർഡേ ഏർലി മോർണിംഗ്, ശനിയാഴ്ച അതിരാവിലെയും ഈ പ്രാർത്ഥനാ ചടങ്ങ് നടക്കും. ഈ പ്രാർത്ഥനാ ചടങ്ങ് നടക്കുന്ന സമയത്ത് പ്രായപൂർത്തി എത്തിയ 10 പുരുഷന്മാരെങ്കിലും നിർബന്ധമായിട്ടും ഹാജരുണ്ടാവണം. അതായത് ഒരു മീറ്റിങ്ങിലെ കോറം എന്ന് പറയും. കോറം. അതായത് അതിന് പറയുന്ന പേരാണ് മിനിയാൻ എന്ന് പറയുക. അപ്പോൾ ഈ അവരുടെ പ്രായപൂർത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രായപൂർത്തിയല്ല. ഈ പുരുഷന്മാരുടെ പ്രായപൂർത്തി 13 വയസ്സാണ്. 13 വയസ്സോ അതിൻ്റെ മുകളിലോ ഉള്ള 10 മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എങ്കിലും ഇവിടെ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഈ സബാത്ത് ഡേക്കുള്ള ഈ പ്രയർ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ബേമ 1 എന്ന് പറയുന്ന ഈ പോർഷനിൽ നിന്നിട്ടാണ് ഈ മുഖ്യ പുരോഹിതനായ റബ്ബി ഈ തോറ വായിക്കുക. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ റബ്ബി എന്ന് പറഞ്ഞാൽ ജൂതന്മാരിൽപ്പെട്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട ആൾക്കാരാണ് റബ്ബി. പക്ഷേ നമ്മുടെ കേരളത്തിൽ റബ്ബിമാരുണ്ടായിട്ടില്ല. അതിൻ്റെ താഴെ ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ കപ്പിയാരെന്നോ അല്ലെങ്കിൽ പള്ളിയിലെ അസിസ്റ്റൻ്റ് ഇമാമെന്നോ ഒക്കെ പറയുന്ന പോലെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ആളുകളാണ് ഇത് വർഷിപ്പ് പെർഫോം ചെയ്യാൻ ഉണ്ടായിട്ടുള്ളൂ. അവർക്ക് പറയുന്ന പേരാണ് മൊയ്ലിയാർ. അത് മുസ്ലിങ്ങളിൽ പറയുന്നതല്ലേ? മുസ്ലിങ്ങൾ പറയാറുണ്ട്. ഇവരും മൊയ്ലിയാർ എന്നാണ് വിളിക്കുക. അവരും പറയുന്നത് ഏകദേശം ഒരു 70% കുറച്ച് മുസ്ലിം കസ്റ്റമൊക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. ഇത് ബേസിക്കലി എല്ലാം സെമിറ്റിക് പാരമ്പര്യം ആയതുകൊണ്ട് ഇപ്പൊ ഇസ്ലാം ആയാലും ക്രിസ്ത്യാനിറ്റി ആയാലും ജുദായിസം ആയാലും ഇതെല്ലാം സെമിറ്റിക് റിലീജിയൻസ് ആയതുകൊണ്ട് ഒരു ഏരിയ നിന്നാണല്ലോ ഇതെല്ലാം ഒറിജിനേറ്റ് ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു കോമൺ ആയിട്ടുള്ള ടെർമിനോളജി ഉണ്ടാവും. അതുമാത്രമല്ല, ഇത് വേറെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വിഗ്രഹങ്ങളില്ല, ചിത്രങ്ങളില്ല, നോ ഐഡോൾസ്, നോ പിക്ചേഴ്സ്. അവർ വേറെ ഒന്നിനും ആരാധിക്കില്ല. ഏകദൈവ വിശ്വാസികളാണ്. ഏകദൈവമായ യഹോവയിലാണ് ഇവരെ ആരാധനയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതും ഈ മുസ്ലിം റിലീജിയനായിട്ട് ഭയങ്കര റിലേറ്റഡാണ് ഇവർ. പിന്നെ ഇതിൻ്റെ നേരെ കാണുന്ന ഒരു ആർക്കെന്നും പറഞ്ഞിട്ട് അതാണ് അൽത്താര. അത് ഞാൻ തുറന്ന് കാണിക്കാം. ഈ അൾത്താരയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഈ തോറ സൂക്ഷിക്കുന്ന വിശുദ്ധ സ്ഥലം. ഇത് മൊത്തം നിർമ്മിച്ചിരിക്കുന്നത് തേക്ക് വുഡ് കൊണ്ടാണ്, തേക്കിൻ്റെ തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചുമപ്പ്, പച്ച, അതുപോലെ ഗോൾഡൻ കളറാണ് ഇതിൻ്റെ അകത്ത് അടിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിലിണ്ടറിക്കൽ ബോക്സിലാണ് ഈ തോറ സൂക്ഷിക്കുക. അത് ശരി. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, റെപ്ലിക്കയാണ്. ഇതാണ് ഒറിജിനൽ. അപ്പോൾ ഇതിൻ്റെ വിജാഗിരി പോയതുകൊണ്ട് ഒരെണ്ണം അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇതിൽ സൂക്ഷിക്കുന്ന ഈ തോറ ഇപ്പം നിലവിൽ ഇവിടെ ഇല്ല. അത് നിലവിൽ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് മ്യൂസിയത്തിലാണ്. പുരാവസ്തു വകുപ്പിൻ്റെ അവിടുത്തെ ഒറിജിനൽ ഷീപ്പ് സ്കിൻ, അതായത് ആട്ടിൻതോലിലാണ് അത് എഴുതപ്പെട്ടിരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ സൂക്ഷിക്കുന്നത് ജനങ്ങൾക്ക് കാണാൻ പാകത്തിന് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് ഹിൽ പാലസിലുണ്ട്. ഈ ജൂത സമുദായക്കാരുടെ ഒരു ഭക്ഷണക്രമത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? ഭക്ഷണക്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഭക്ഷണമാണ്. കോഷർ എന്ന് പറഞ്ഞ ഭക്ഷണത്തിൻ്റെ പേര് തന്നെ, ആ ഭക്ഷണ രീതിയുടെ കോഷർ ഭക്ഷണ രീതിയാണത്, ഭക്ഷണം അല്ലാതെ. അത് മറ്റേ മുസ്ലിംസിൽ ഹലാൽ ഫുഡ് എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ അവർ കോഷർ ആയിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാവുള്ളൂ. അത് ഞണ്ട്, ചെമ്മീൻ, പന്നിമാംസം അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാൻ പാടില്ല അവർക്ക്. പിന്നെ ഇവർക്ക് ജൂത സഭ പള്ളിയിൽ നിന്ന് സിനഗോഗിൽ നിന്നുള്ള പണ്ഡിതൻ സർട്ടിഫൈ ചെയ്ത ഭക്ഷണം, അതായത് കോഷറാണ്. ഇവിടെ ലഭിക്കുന്ന ഭക്ഷണം കോഷറാണ്. പ്രത്യേകം ബോർഡുള്ള ഹോട്ടലുകളിൽ മാത്രമേ ഇവർ കയറും. അതായത് മുസ്ലിങ്ങൾക്ക് ഹലാൽ എന്ന് പറയുന്നത് ഇവർക്ക് കോഷർ. ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഷർ ഫുഡ് അവൈലബിൾ. അപ്പോൾ അവർ സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാവും പാക്കറ്റിൽ. അതുപോലെ മുസ്ലിംസിന് ഹലാൽ ഫുഡ് അവൈലബിൾ, അതിൻ്റെ സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ അങ്ങനെ ഒരു പ്രത്യേക ഒരു കമ്മ്യൂണിറ്റിയാണിത്. പിന്നെ ഇവർ ശാബത്തിലേക്ക് ഇവർക്ക് പുറത്തൊന്നും അങ്ങനെ സഞ്ചരിക്കാനോ ടൂർ പോകാനോ അങ്ങനെയൊന്നും കഴിയില്ല. അവർക്ക് മറ്റേ ജോലി എടുക്കാൻ പാടില്ല, പാടത്ത് പണിയെടുക്കാൻ പാടില്ല,
മത്സ്യം പിടിക്കാൻ പോകാനോ ഒന്നിനും പാടില്ല. മൊത്തം അവരുടെ വഴി അടച്ച് 2 ചങ്ങലകൾ ഉപയോഗിച്ചിട്ട് 2 തൂണുകളിൽ ബന്ധിച്ചിരിക്കും. അങ്ങോട്ട് ആരും പാസേജ് ഇല്ല. പള്ളിയിൽ വരിക, നേരെ വീട്ടിൽ ചെല്ലുക, വീട്ടിൽ ചെന്നാൽ അതിൻ്റെ പ്രാർത്ഥനകളും വിശ്രമം. അപ്പോൾ ഇവർ ആ ഈ സാബത്ത് സമയത്ത് ഒരു പ്രാർത്ഥനാ നിരതമായിട്ട് മറ്റ് യാതൊരു ഭൗതികമായ പ്രവർത്തനങ്ങളും അവർ ഏർപ്പെടാൻ പാടില്ല. അതാണ്. പിന്നെ ഇതിൻ്റെ ഈ ഹാളിൻ്റെ ചുറ്റും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം 10 ജനലുകളാണുള്ളത്. ഈ 10 ജനലുകളും 10 കമാൻഡ്മെന്റ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്. അതായത് ഉദ്ദേശിച്ചത് 1, 2 ഒരു ജനലിന്റെ 2 പാളിയാണ് അവിടെ ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അങ്ങനെ 10. അത് 10 കൽപ്പനകളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് മോസസിന് കിട്ടിയ ഈ തോറയിലുള്ളതാണ് 10 കൽപ്പന. ഈ 10 കൽപ്പന എല്ലാവർക്കും ഉണ്ട്. ക്രിസ്ത്യാനിക്കും മുസ്ലിംസിനും ഈ ജൂതനൊക്കെ ഉണ്ട്. മോസസിനാണ് അത് ആദ്യം കിട്ടിയത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നതാണ് ഈ 10 ജനലുകൾ. പിന്നെ ഇവിടെ പൊതുവായിട്ടുള്ള ഈ മെയിൻ പ്രയർ ഹാളിൽ എല്ലാ സിനഗോഗിലും 10 ജനലുകൾ ഉണ്ടാകണം. സോളമൻ ടെമ്പിളിൻ്റെ മോഡൽ അതാണെങ്കിൽ അതിനുണ്ടാവണം. ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള തന്നെ ജൂതന്മാരായിട്ടുള്ള ഗൈഡുമാരുണ്ട്. അപ്പോൾ അവരാണ് ഇത് പറഞ്ഞു തരുന്നത് നമുക്ക്. പിന്നെ ഈ പ്രദേശത്തേക്ക് ഈ താഴത്തെ ഈ പ്രയർ ഹാളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. സ്ത്രീകൾക്ക് അപ്സ്റ്റെയറാണ്. മുകളിൽ 2ാം ബേമ ഉണ്ടല്ലോ, ബാൽക്കണി പോലെ. അതെ, ഈ 2ാം ബേമ ചില ദിവസങ്ങളിൽ സാബത്തിൻ്റെയും അല്ലാത്ത ചില ദിവസങ്ങളിലും ഈ റബ്ബി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മൊയ്ലിയാർ മുകളിൽ കയറി നിന്നിട്ട് തോറ വായിക്കും. അത് സ്ത്രീകൾക്ക് വേണ്ടിയാണോ? അല്ല, അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കോമൺ ആയിട്ട് വേണ്ടിയാണ്. അപ്പോൾ പുരുഷന്മാർ ഇവിടെ ഉണ്ടാവും, റബ്ബി മാത്രം മുകളിൽ. അതിൻ്റെ ബാക്കിൽ കറുത്ത ക്രാസി കിടഞ്ഞേക്കണുണ്ടോ, അതിൻ്റെ ബാക്ക് സൈഡിലൊരു ഹാളുണ്ട്. അതാണ് സ്ത്രീകളുടെ ഹാള്. അവിടുന്ന് സ്ത്രീകൾക്ക് താഴേക്കോ ഇവിടുന്ന് പുരുഷന്മാർക്ക് മുകളിലേക്കോ കയറാൻ പാടില്ല. അങ്ങനെയാണ് അല്ലേ? സ്ത്രീകൾക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം, പ്രാർത്ഥന കാണാം, പക്ഷേ സ്ത്രീ പുരുഷ സങ്കലനം ഉണ്ടാവില്ല. അവർക്ക് പ്രത്യേകം വഴിയാണ്. അതിലൂടെ ഒരു സ്പൈറൽ സ്റ്റെയർ കേസ്, ഒരു പിരിയൻ ഗോവണിയുണ്ട്. അതിലൂടെയാണ് അവർ കയറി വരുന്നത്, ഇറങ്ങിപ്പോകുന്നതെല്ലാം. അവർക്കിപ്പം നിങ്ങൾ കടന്നു വന്ന മെയിൻ എൻട്രൻസ് ഉണ്ടല്ലോ, അതിലെ പ്രവേശനവും ഇറക്കില്ല. അവർക്ക് പ്രത്യേകം ഡോർ വേറെ ഉണ്ട് മതിലിൻ്റെ അപ്പുറത്ത്. അപ്പം മൂട്ടിക്കളഞ്ഞേക്കാണ് ഒരു സെക്യൂരിറ്റി ഉദ്ദേശിച്ചിട്ടത് പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇനി നമ്മൾ ഇതിൻ്റെ ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ ഇതുപോലെ 2ാം ബേമയുണ്ട്. അതിൻ്റെ പിന്നിൽ ഭാഗത്തായിട്ട് സ്ത്രീകൾക്ക് മാത്രം പ്രാർത്ഥനയ്ക്ക് സൗകര്യമുള്ള ഒരു ഹാളുണ്ട്. അതിൻ്റെ പിന്നിലും വേറൊരു ഹാളുണ്ട്. ആ ഹാളിന് പറയുന്ന പേര് റബ്ബാനി എന്നാണ്. റബ്ബാനി എന്ന് പറഞ്ഞാൽ റിലീജിയസ് സ്കൂളാണ്. അവരുടെ ഹീബ്രു പഠനം, അതുപോലെ അവരുടെ തോറ, ബൈബിൾ, വേദ പഠനം പോലുള്ള, അതായത് മദ്രസ, സൺഡേ സ്കൂൾ എന്നൊക്കെ പറയുമല്ലോ, അതുപോലത്തെ ഒരു സിസ്റ്റമാണ് റബ്ബാനി. അപ്പോൾ ആ റബ്ബാനി അതുപോലെ സ്ത്രീകളുടെ പോർഷനിലേക്കാണ് നമ്മൾ അടുത്ത് പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോകാം.